കൊഴുപ്പുമാറ്റൽ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതിയുടെ വിരൽ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കോസ്മെറ്റിക് ആശുപത്രിക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി കുടുംബം രംഗത്ത് വന്നു. ക്ലിനിക്കൽ ലൈസൻസ് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ആശുപത്രി പ്രവർത്തിച്ചതെന്നും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ അപ്ഡേറ്റ് ചെയ്യും ഈ വാർത്തയിൽ. മേഘന, ഗുഡ് മോർണിംഗ്. പറയൂ മേഘന. ഗുഡ് മോർണിംഗ്. ഇതിൽ പ്രധാനമായും ഈ ശസ്ത്രക്രിയ, കൊഴുപ്പുമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത് ഫെബ്രുവരി 12-നാണ്. അതിനുശേഷം ഈ യുവതിക്ക് ഒരു അണുബാധ ബാധിക്കുന്നു. അതിലാണ് ഈ കൈ കാലുകളിലെ വിരലുകൾ 9 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിൽ ഗുരുതര ആരോപണം ഈ കുടുംബം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ കോസ്മെറ്റിക് ആശുപത്രി, കഴക്കൂട്ടത്തുള്ള കോസ്മെറ്റിക് ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. അതിൽ പ്രധാനമായും പറയുന്നത് ഇവിടെ ഒരു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഈ ഒരു ശസ്ത്രക്രിയ ശേഷം അത് കഴിഞ്ഞിട്ടുള്ള ഈ രോഗി പരിചരണമോ അല്ലെങ്കിൽ ഈ BP വേരിയേഷൻ അടക്കം യുവതിക്ക് ഉണ്ടാകുന്നുണ്ട്. അതിലൊന്നും ആശുപത്രി കാര്യമായോ അല്ലെങ്കിൽ അതിന്റെ ഗൗരവപൂർണ്ണമായ രീതിയിലോ ഈ സംഭവങ്ങൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ യുവതി തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്, ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യുവതി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, 2 ഇരട്ട കുട്ടികളുടെ അമ്മയാണ്. ആ യുവതിക്കാണ് 9 വിരലുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. അത് ആശുപത്രിയുടെ ഒരു ചികിത്സാ പിഴവാണ് എന്നുള്ളതാണ് കുടുംബം ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ കൊല്ലം കൊട്ടാരക്കരയിലെ ഒരു യുവാവിനും ഇതുപോലെ തന്നെ ഈ ആശുപത്രിയുടെ ചികിത്സാ പിഴവ് മൂലം ഈ ഒരു മരണപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങളും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ നീതുവിൻ്റെ, അതായത് ഈ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുള്ള നീതുവിൻ്റെ വീട്ടിലാണ്. നീതു ഈ വീട്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് 2 ഇരട്ട കുട്ടികളാണ് നീതുവിൻ്റെ. അങ്ങനെ വലിയൊരു ഗുരുതര സാഹചര്യം അല്ലെങ്കിൽ അത്രത്തോളം ഗൗരവപരമായിട്ടുള്ളൊരു സാഹചര്യം ഇന്ന് വീട്ടിലുണ്ട്. നീതു ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. നമ്മുടെ കൂടെ അച്ഛൻ തന്നെ ചേരുന്നുണ്ട്. ഇന്നലെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് വന്നത് ഒരു ചികിത്സാ പിഴവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് ചികിത്സാ പിഴവില്ല എന്നുള്ളതാണ്. നിങ്ങൾ നിയമ നടപടിയായിട്ട് തന്നെ മുന്നോട്ട് പോകും അല്ലേ? നമ്മൾ നിയമ നടപടിയായിട്ട് പോകും. അതിനു മുമ്പേ പറയേണ്ടത്, മുഖ്യമന്ത്രി ഇത് നേരിട്ട് അന്വേഷിച്ച് ഇത് നമുക്കൊരു നീതി ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട്. പിന്നെ ചികിത്സാ പിഴവ് ഇല്ലെന്ന് ഒരു സാധാരണപ്പെട്ടവർക്ക് മനസ്സിലാവും ചികിത്സാ പിഴവുണ്ടെന്ന്. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഒന്ന് ഓപ്പറേഷൻ ചെയ്ത് അവിടെ കൊണ്ടുവരുമ്പോൾ, ഉച്ചയ്ക്ക് കൊണ്ടുവരുന്നു, കുട്ടിക്ക് അതീവ ഗുരുതരമാണ്, ക്ഷീണമാണ്, ഇതെല്ലാം വിളിച്ചു പറയുകയാണ്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ എത്തിക്കാനാണ് പറഞ്ഞത്. പിന്നെ അവിടെ ആംബുലൻസ് സൗകര്യമില്ല, മറ്റുള്ള സൗകര്യങ്ങൾ ഒന്നുമില്ല, ക്ലിനിക്ക് നടത്താനുള്ള ലൈസൻസുമില്ല. എന്നിട്ടും പ്രതികളെ രക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് മെഡിക്കൽ ബോർഡ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇത് നേരത്തെ തന്നെ മെഡിക്കൽ ബോർഡിന് DMA ആയിട്ട് സംസാരിക്കുവാൻ ഇടയുണ്ടായിരുന്നു. അപ്പോൾ സംസാരത്തിൽ തന്നെ ഞങ്ങൾക്കത് ഒരു നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ലായിരുന്നു. അതിപ്പോൾ ഈ പ്രസ്താവന ഇത് വന്നപ്പോൾ, ബോർഡിൻ്റെ തീരുമാനം വന്നപ്പോൾ നമുക്കത് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. നീതുവിൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പോഴെങ്ങനെയുണ്ട്? ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയല്ലേ? ഈ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ അന്ന് രാത്രി എക്സ്പ്ലോറേറ്ററി ലാപ്രോട്ടമി എന്ന് പറഞ്ഞ ഒരു സർജറി നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അതായത് 2.5 മാസമായിട്ടും അത് തുറന്ന് തന്നെയാണ് ഇരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്തിരിക്കുന്നത്. അത് സക്സസ് ആയാൽ മാത്രമേ അതിൽ സ്കിൻ വന്ന് മൂടി ആ മുറിവ് ഉണങ്ങുകയുള്ളൂ. അപ്പോൾ അതുവരെ അണുബാധ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വീണ്ടും ഗുരുതരാവസ്ഥയിലോട്ട് പോകും. ഇമ്മ്യൂണിറ്റി കുറവായതിനാൽ അത് നല്ലതുപോലെ ഉണങ്ങിക്കഴിഞ്ഞാലേ നമ്മളൊരു പൂർണ്ണ ആരോഗ്യസ്ഥിതി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഗൗരവാവസ്ഥ എന്ന് പറയുന്നത്, ഗുരുതരാവസ്ഥ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ക്ലിനിക്കൽ രജിസ്ട്രേഷൻ, ഈ ആശുപത്രിയുടെ ക്ലിനിക്കൽ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ്. അതിൽ ഈ ഒരു പരാതി രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഫെബ്രുവരി 12-ന് ഈ സർജറി നടക്കുന്നു. അതിനുശേഷം കുടുംബം പരാതിയുമായി എത്തുന്നു. അതിനുശേഷമാണ് തിടുക്കത്തിൽ ഇതിനൊരു ക്ലിനിക്കൽ രജിസ്ട്രേഷൻ തന്നെ ലഭിക്കുന്നത്. അതിനുശേഷം ഈ ലൈസൻസ് മാനദണ്ഡങ്ങൾ ഇല്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് ഇപ്പോൾ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. കൂടാതെ ഇതിൽ ഈ ചികിത്സയ്ക്ക് എത്തുമ്പോൾ നീതു ഈ ശസ്ത്രക്രിയ നടത്തുമ്പോൾ ഈ ആശുപത്രിക്ക് ക്ലിനിക്കൽ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല, ആംബുലൻസ് സൗകര്യമില്ല, ICU സംവിധാനങ്ങളില്ല. അങ്ങനെ ഗുരുതരമായിട്ടുള്ള ഒരു പിഴവ്, ഈ ക്ലിനിക്കൽ പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തൽ. പക്ഷേ വിരോധാഭാസം എന്ന് പറയുന്നത്, ഇതിൽ മെഡിക്കൽ റിപ്പോർട്ടും ഈ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ വിശദീകരണം എന്ന് പറയുന്നത് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുള്ളത് അതിസങ്കീർണമായിട്ടുള്ള ഒരു മെഡിക്കൽ സാഹചര്യം എന്നുള്ളതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ വിശദീകരണം, മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തൽ. എന്തായാലും ഈ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് എത്തിക്സ് കമ്മിറ്റി തള്ളിയിട്ടുണ്ട്. ഇനി സമഗ്രമായി അന്വേഷിച്ച് വീണ്ടും റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാവുക. പോലീസ്
പോലീസ് നടപടികൾ ഉണ്ടാവുക. എന്തായാലും അതീവ ഗൗരവപരമായിട്ടുള്ള അല്ലെങ്കിൽ നീതുവിന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് അത് അത്രയേറെ ഗുരുതരമാണ്. അത് ഒരിക്കലും ഒരു ആശുപത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. SK. ഓക്കെ, താങ്ക് യു. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.